അറബികളോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. യാ അയ്യുഹന്നാസ് ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനങ്ങളെ നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതകരമാണ്. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ കഥ ഓർക്കുമ്പോ ദുഃഖകരമാണ്. അതെന്താ? അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. കാരണം അബൂജഹലിന്റെ വാദം ഇതായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് പറയാൻ പാടില്ല, ഇസ്മായിൽ നബിയെ കാക്കണമെന്ന് പറയാൻ പാടില്ല, ലാത്തെ രക്ഷിക്കണമെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ആരെയും വിളിക്കുക, പിന്നെ അള്ളാനെ പറ്റൊഴിവാക്ക, ഒരു കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദീന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചൊരു മുസ്ലിമിനെ അമ്പിയാക്കളെ വിളിക്കാൻ പാടില്ല എന്നായിരുന്നു അബൂജഹലിന്റെ വാദം. അവിടെ പോലും എത്താൻ കഴിഞ്ഞില്ല മുസ്ലിങ്ങൾക്ക്. അബൂജഹലിന്റെ ഈമാൻ ഉണ്ടല്ലോ, അതൊരു ഈമാനാണല്ലോ, അത് പെർഫെക്റ്റ് അല്ല. ആ ഈമാനിൽ പോലും നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ ദുർബലമാണ് നമ്മുടേത്. എന്തേ? അജാലൽ ആലിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. സൂറത്തു സ്വാദ് 5-ാമത്തെ വചനം. കൃത്യമല്ലേ അത്? ഞാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ശരിക്കും ധരിച്ചു തരാം. തർക്കിക്കുകയല്ല, വാദിക്കുകയല്ല, ജയിക്കാനല്ല, കുറ്റപ്പെടുത്താനല്ല, തിരിച്ചറിവിലേക്ക് ലോകത്തെ നയിക്കാൻ, കാര്യങ്ങളെ യഥോചിതം മനസ്സിലാക്കാൻ. 5 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനത്തെ പ്രദേശത്ത് വയല് നടക്കണം. ആളുകൾക്ക് ശരിക്കട മനസ്സിലാകണം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ മുഹമ്മദ് റസൂലുള്ളാഹ്, എന്താ ഖുർആൻ, ആരാണ് സ്വഹാബികൾ, എന്താ ജീവിതം, ഇതൊക്കെ ഈ സമൂഹം അറിയേണ്ടതുണ്ട്. അല്ലാതെ കേവലം ഒരു പ്രസംഗങ്ങൾ നടത്തി കുറെ രാഗാത്മകമായി എന്ന് പറഞ്ഞ് നാളെ കുറച്ചുകൂടെ കൂടുതൽ പൈസ കിട്ടുന്നിടത്തേക്ക് ചാടി, അങ്ങനെ കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടി പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന ആളുകളാകാൻ എവിടെ ഞങ്ങൾക്ക് താല്പര്യമില്ല. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. സൂറത്ത് ശൂറ ആവർത്തിച്ച് പറയാൻ എത്ര സ്ഥലങ്ങളിലാണ്? 26-ാം അധ്യായത്തിൽ 107-ാമത്തെ വചനം. എത്ര ഭാഗങ്ങളിലാ? വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. ജനങ്ങളെ, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ജനങ്ങളെ വികാരം കൊള്ളിച്ചു വമ്പിച്ച പിരിവുകൾ നടത്തി ആളുകളുടെ ആ പിരിവ് എന്തിനാ? ആ പിരിവ് സ്വന്തം ഉപയോഗിക്കാനാണ്. അതിലും നല്ലൊരു ശതമാനം പ്രാസംഗികന് ഉപയോഗിക്കാനാണ്. വൈലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മെനു നൽകുകയായിരുന്നു. ഇന്ന സ്ഥലത്തെ ഞാൻ താമസിക്കൂ, പള്ളി പോലും പോവില്ല, ആ ലോഡ്ജില്. അതുപോലെ എനിക്കിങ്ങനെ ചെറിയ കോഴിയുടെ നല്ല കറി കിട്ടണം, അതിനെ പൊരിച്ചുകൊണ്ടിരണം. അയാൾ ആദ്യം തന്നെ മെനു കൊടുക്കും. പരിപാടി ഏറ്റാൽ ഏറ്റ സ്ഥലത്ത് 5 ദിവസമൊക്കെ ഒരു സ്ഥലത്ത് ഏൽക്കുക. ഫാന് വേണം, അതുപോലെ പല ചിട്ടകൾ വേണം, കാലെടുത്തു വെക്കണം. എന്തൊക്കെയായിരുന്നു? പ്രവാചകന്മാരോ ഏറ് കിട്ടിയവർ, കൂക്കുവിളി കിട്ടിയവർ, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങിയവർ, ത്യാഗം അനുഭവിച്ചവർ, സ്വന്തമായിട്ട് അവനാനുണ്ടേതൊന്നും വേണ്ടിയില്ല. പാവപ്പെട്ട മനുഷ്യരെ സൂറത്ത് യാസീൻ 36-ാം അധ്യായം 21-22 വചനങ്ങൾ. യുവാക്കളെ, നിങ്ങൾ ശരിക്ക് കേൾക്കണം, ശരിക്കും മനസ്സിലാക്കണം. സൂറത്ത് യാസീൻ പറയാണ്, ആ പട്ടണത്തിന്റെ അങ്ങേ ഓരത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞേ, ജനങ്ങളെ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഈ പ്രവാചകന്മാർ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, വയലേറിഞ്ഞിട്ട് നിങ്ങളെ ഞെക്കി പിന്നിട്ടില്ലല്ലോ, നിങ്ങളെ ചൂഷണം ചെയ്തിട്ടില്ലല്ലോ, ഒരു ദീനാറ് പോലും നിങ്ങളോട് വാങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അവരാണ് ഹിദായത്തിൽ, നിങ്ങൾ അവരെ പിൻപറ്റിക്കോളൂ എന്നാ പറയുന്നത്. ഗംഭീരമായിരുന്നു ആ പരാമർശം, ഗംഭീരമായിരുന്നു അവരുടെ ആ വിലയിരുത്തൽ. നമ്മൾ അറിയേണ്ടത് അതാണ്. പ്രബോധകന്മാരതാകണം. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവരാകരുത്, പാവപ്പെട്ടവരെ കണ്ടെത്തി അങ്ങോട്ട് കൊടുക്കുന്നവരാകണം പ്രവാചകന്മാർ. പ്രവാചകന്മാരും അനന്തരാവകാശികളായ പ്രബോധകന്മാരും. അങ്ങനെ ഒരു ലോകമുണ്ടായാൽ നാട് നന്നാകും, നഗരം നന്നാകും. അവിടെയാണ് നമ്മുടെ പ്രവാചകനെ നമ്മൾ കൃത്യമായി പഠിക്കാൻ. പ്രവാചകത്വത്തിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിലേക്ക് ഞാൻ കൂടുതലായി കടന്നു പോകുന്നില്ല. പ്രവാചകനായി നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം, അദ്ദേഹം ഏകദൈവാരാധകനായിരുന്നു. പ്രവാചകനാകുന്നതിന് മുമ്പും ശിർക്ക് ചെയ്തിരുന്നില്ല, കുഫ്ർ ചെയ്തിരുന്നില്ല. ഒരു കടക്കണ്ണിട്ട് പോലും
ഒരു പെണ്ണിനെ, ഒരു ഒളിക്കണ്ടിട്ട് പോലും ഒരു പെണ്ണിനെ അദ്ദേഹം നോക്കിയിരുന്നില്ല. മ്ലേച്ഛമായ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. മദ്യപിച്ചിരുന്നില്ല. യാതൊരു തിന്മകൾക്കും അദ്ദേഹം കൂട്ടുനിന്നില്ല. ഖദീജത്തുൽ കുബറയുടെ കച്ചവട സംഘത്തെ കൃത്യമായി നയിച്ച് കച്ചവടത്തിന്റെ നേരും നിറയും ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ചയായ ജീവിതം മനുഷ്യർക്കിടയിൽ ജീവിച്ച് കാണിച്ചു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയല്ല, മറിച്ച് മനുഷ്യനിൽ മാതൃക കാണിച്ചുകൊണ്ട് പരിവർത്തനമുണ്ടാക്കി. അതാ പ്രവാചകന്റെ പ്രത്യേകത. നല്ലൊരു ഭർത്താവിനെ അദ്ദേഹത്തിൽ ലോകം കണ്ടു. നല്ലൊരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തിയെ അദ്ദേഹത്തിൽ അവർ കണ്ടു. നല്ലൊരു പിതാവിനെ അവർ ആ പ്രവാചകനിൽ കണ്ടു. അങ്ങനെ പ്രവാചകൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെ നടന്നു പോകണം, എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അതുപോലെ ഡ്രസ്സിന്റെ രൂപം എന്തായിരിക്കണം, മീശ വെട്ടി ഒതുക്കണമോ, പല്ല് തേക്കണമോ, എണ്ണ തേക്കണമോ, ഏത് ചെരുപ്പ് ധരിക്കണം, ഡ്രസ്സ് ധരിക്കും ഏത് കഴിയിലൂടെ ധരിക്കണം, ഏത് കൈകളിലൂടെ അയക്കണം, ചെരുപ്പ് ധരിക്കുമ്പോൾ എങ്ങനെ ധരിക്കണം, ഏത് കാലുകളിലൂടെ അയക്കണം, ടോയ്ലറ്റിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, ടോയ്ലറ്റിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം, പള്ളിയിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, പള്ളിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം, ഡ്രൈവിംഗ് എങ്ങനെ ചെയ്യണം, റോഡിന്റെ ഏത് ഭാഗം കീപ്പ് ചെയ്യണം, യാത്രയിൽ പാലിക്കേണ്ട മര്യാദ എന്ത്, ഇങ്ങനെ തുടങ്ങി A to Z ലോകത്തെ പഠിപ്പിച്ചു ആ പ്രവാചകൻ. അങ്ങനെ നബിയെ പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ, ഉൾക്കൊണ്ടിട്ടുണ്ടോ? നബിയെ സ്നേഹിച്ചാൽ അങ്ങ് സ്വർഗത്തിലെത്തും എന്ന് വെറുതെ വിചാരിക്കണ്ട. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്തിനെ ആര് സ്നേഹിച്ചുവോ അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ ആര് സ്നേഹിച്ചുവോ അവൻ എന്നോടുകൂടി സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ്. അതിന്റെ സ്വീകാര്യത എത്ര കണ്ട് യോഗ്യമാണ് എന്നെനിക്കറിയില്ല. പക്ഷെ ആശയം ഗംഭീരമാണ്. ആരാണോ എന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നത് അപ്പോൾ അവൻ എന്നെ സ്നേഹിച്ചു. അങ്ങനെ എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടുകൂടി സ്വർഗത്തിലാണ്. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന മൗലികമായ പോയിന്റ്. ഒന്ന്, പ്രവാചകനെ ആർക്ക് വേണ്ടി തെരഞ്ഞെടുത്തു? പ്രവാചകൻ ലോക ഗുരുവാണോ?